പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ നടക്കുന്ന ഹിന്ദുത്വ ആക്രമണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നേരിട്ട് ആശങ്ക രേഖപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻ ജർമ്മൻ ചാൻസലർ കൂടിയായിരുന്ന ആംഗല മെർക്കൽ. ശ്രീമാൻ നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം ഹിന്ദു ദേശീയവാദികളുടെ നേതൃത്വത്തിൽ മറ്റു മതവിഭാഗങ്ങൾക്കെതിരെ ശക്തിയാർജിക്കുന്ന വേട്ടയെക്കുറിച്ചാണ് അവർ ചോദിച്ചത്. എന്നാൽ രാജ്യത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നില്ലെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. മെർക്കലിന്റെ ചോദ്യത്തെ ശക്തമായി തള്ളിക്കളയുകയും അദ്ദേഹം ചെയ്തു. ഈ അടുത്തിടെ പുറത്തിറങ്ങിയ മെർക്കലിന്റെ ഫ്രീഡം മെമ്മോയേഴ്സ് 1954 to 2021 എന്ന ആത്മകഥയിലാണ് ആംഗലെ ഇങ്ങനെ മനസ്സ് തുറന്നത്. ജർമ്മൻ ചാൻസലറായിരുന്ന കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്ന മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി എന്നിവരുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സെർവിംഗ് ജർമ്മനി എന്ന ഭാഗത്തിൽ ലോക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ വിവരിക്കുന്നതിനിടയിലാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ചും അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. മോദി അധികാരമേറ്റ ശേഷം പ്രധാനമായും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്ന ഇതര മതവിഭാഗങ്ങൾക്കെതിരെ ഹിന്ദു ദേശീയവാദികളുടെ നേതൃത്വത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് ഇവർ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നുവത്രേ. എന്നാൽ മോദി അത്തരം സംഭവങ്ങളെല്ലാം ശക്തമായി നിഷേധിക്കുകയാണ് ചെയ്തത്. ഇന്ത്യ എന്നും മതസഹിഷ്ണുതയുടെയും മതേതരത്വത്തിന്റെയും നാടാണെന്നും ഇനി അങ്ങനെ തന്നെയായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തതായി പുസ്തകത്തിൽ മെർക്കൽ വെളിപ്പെടുത്തി. എന്നാൽ മോദിയുടെ വാദം അംഗീകരിക്കാൻ താൻ തയ്യാറായില്ലെന്നും മെർക്കൽ പറയുന്നുണ്ട്. മോദി പറയുന്നതല്ല വസ്തുതയെന്നും ഇക്കാര്യത്തിൽ യോജിക്കാൻ കഴിയില്ലെന്നും അവർ അന്ന് തുറന്നടിച്ചിരുന്നു. മതസ്വാതന്ത്ര്യമാണ് എല്ലാ ജനാധിപത്യത്തിന്റെയും സുപ്രധാന ഘടകമെന്ന് മെർക്കൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തു അത്രേ. അതേസമയം എല്ലായിടത്തും നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥ പ്രതിബന്ധങ്ങൾ മറികടന്ന് മോദി ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് ഊർജം പകർന്നെന്നും അവർ അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട്. VFX ഉൾപ്പെടെയുള്ള ദൃശ്യ സാങ്കേതിക വിദ്യകളെ ഇഷ്ടപ്പെടുന്നയാളാണ് നരേന്ദ്രമോദി എന്നും മെർക്കൽ പറയുന്നു. ജർമ്മനിയിലെ ഹാനോവർ മെസ് വ്യാപാരമേളയ്ക്കിടെ നടന്ന നിക്ഷേപ സംഗമത്തിൽ 3D ഹോളോഗ്രാം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മോദി അവതരിപ്പിച്ച മേക്ക് ഇൻ ഇന്ത്യയെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അവർ ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ BJP നടത്തിയ 3D വിർച്വൽ റാലിയെ കുറിച്ച് മോദി മെർക്കലിനോട് സൂചിപ്പിച്ചിരുന്നുവത്രേ. താനൊരു സ്റ്റുഡിയോയിൽ ഇരുന്ന് നടത്തിയ പ്രസംഗം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 50-ലേറെ സ്ഥലങ്ങളിൽ ഹോളോഗ്രാം സംവിധാനം ഉപയോഗിച്ച് പ്രദർശിപ്പിക്കുകയും 10,000 അത് തത്സമയം കാണുകയും ചെയ്ത കാര്യമാണ് മോദി ജർമ്മൻ ചാൻസലറോട് അന്ന് പങ്കുവച്ചിരുന്നത്. മൻമോഹൻ സിംഗിനെ ഇന്ത്യയുടെ ആദ്യത്തെ ഹിന്ദുവല്ലാത്ത പ്രധാനമന്ത്രി എന്നാണ് പുസ്തകത്തിൽ മെർക്കൽ പരിചയപ്പെടുത്തുന്നത്. 2006 നടന്ന ആദ്യ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ സാംസ്കാരിക ബഹുസ്വരതയെക്കുറിച്ചാണ് സിംഗ് സംസാരിച്ചത്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന് 5000-ലേറെ വർഷം പഴക്കമുള്ള ചരിത്രം പറയാനുണ്ടെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് ഇന്ത്യൻ ഭരണഘടന തന്നെ 22 ഭാഷകൾക്ക് ഔദ്യോഗികമായ അംഗീകാരം നൽകിയ കാര്യവും ചൂണ്ടിക്കാട്ടി. നാനാത്വത്തിലാണ് രാജ്യത്തിന്റെ ഏകത്വമെന്നും ഇക്കാര്യത്തിൽ ഇന്ത്യയെ യൂറോപ്യൻ യൂണിയനുമായെല്ലാം താരതമ്യപ്പെടുത്താനാകുമെന്നും മൻമോഹൻ സിംഗ് അഭിപ്രായപ്പെട്ടു. ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന ഇന്ത്യൻ ജനസംഖ്യയുടെ മുന്നിൽ 2% വരുന്ന ഇന്ത്യയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയായിരുന്നു സിംഗിന്റെ പ്രാഥമിക ലക്ഷ്യമെന്നും മെർക്കൽ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. 80 കോടിയോളം വരുന്ന ഈ ജനവിഭാഗം ജർമ്മനിയുടെ ആകെ ജനസംഖ്യയുടെ 8 ഇരട്ടി വരുമെന്നും അവർ പറയുന്നു. വികസ്വര രാജ്യങ്ങൾ ജർമ്മനിയെ പോലെയുള്ള സമ്പന്ന രാജ്യങ്ങളോട് പുലർത്തുന്ന സന്ദേഹങ്ങളെക്കുറിച്ചും മൻമോഹൻ സിംഗിന്റെ സംസാരത്തിലൂടെ മനസ്സിലാക്കാനായെന്നും മെർക്കൽ പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വികസ്വര രാജ്യങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ തുടങ്ങിയെന്നും ആംഗല മെർക്കൽ വെളിപ്പെടുത്തുകയാണ്.